വെൽക്കം ബാക്ക് ടു ഡെയിലീസ് എഡ്യൂപിഎസ്സി. അപ്പൊ കൂട്ടുകാരെ, എങ്ങനെയുണ്ട് പഠനം? എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ഉഷാറായിട്ട് പഠിക്കുന്നുണ്ടല്ലേ? അപ്പൊ തീർച്ചയായും നിങ്ങൾ ഈ പഠനം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലും ഇതിനൊരു ബ്രേക്ക് വരുത്താൻ പാടില്ല. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പഠനത്തിന് ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ പോവുക. അപ്പൊ നിങ്ങളുടെ ഹാർഡ് വർക്കിന് എന്തായാലും ഒരിക്കൽ അതിന് ഒരു ബെനിഫിറ്റ് കിട്ടും. അപ്പൊ നിങ്ങളെ ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ ഒരിക്കലും നമ്മളുടെ പഠനം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്കൊരു എക്സാമിനേഷൻ നമ്മൾ എഴുതി, ആ എക്സാമിനേഷൻ നമുക്ക് മാർക്ക് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ നമുക്ക് ലിസ്റ്റിൽ എത്തിപ്പെടാൻ സാധിച്ചില്ല എന്നുള്ള വിഷമം കൊണ്ട് നമ്മൾ ഒരിക്കലും പഠനം നിർത്താൻ പാടില്ല. ഈ എക്സാമിനേഷനിലെല്ലാം ടോപ്പറായിട്ട് വരുന്ന ആളുകളെല്ലാം ഒത്തിരി പ്രാവശ്യം എക്സാമിനേഷൻ എഴുതി, അതിൽ ഒത്തിരി പ്രാവശ്യം കഷ്ടപ്പെട്ടാണ് അവര് ലിസ്റ്റിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ ഒരിക്കലും ഒരാള് ഡയറക്റ്റ്ലി ആദ്യം പഠിക്കുന്ന ലിസ്റ്റിൽ തന്നെ വരണം എന്നില്ല. അപ്പം എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഒരിക്കലും നമ്മൾ പിന്മാറി പോകാൻ പാടില്ല. നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പഠനം ഇരിക്കേണ്ടതാണ്. അപ്പൊ ഇനി വരുന്നത് എന്ന് പറയുന്നത് ഒത്തിരി പരീക്ഷകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ യാതൊരു മടിയും വിചാരിക്കാതെ നിങ്ങൾ കിട്ടുന്ന സമയമെല്ലാം പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക. അപ്പം മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ നമ്മള് കൂട്ടുകാരെ ഇന്ന് പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷാണ് കേട്ടോ. അപ്പൊ ഇംഗ്ലീഷ് ഒത്തിരി കുട്ടികൾക്ക് ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ്. അപ്പൊ ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുന്നതോട് തന്നെ ഇംഗ്ലീഷിലെ പല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കുറച്ച് ഇംഗ്ലീഷ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇംഗ്ലീഷ് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ഇത് കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് പഠിച്ചു പോകും. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ആദ്യ ചോദ്യം ഇതാണ്: The treasure was buried dash an old oak tree. Options: at, in, on, beneath. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് അതിൽ വരുന്നത് എന്ന് അറിയണമെങ്കിൽ നമുക്ക് തീർച്ചയായും ഈ സെന്റൻസിന്റെ അർത്ഥം അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ the treasure മീനിങ് നിധി അല്ലെ. The treasure was buried means കുഴിച്ചിട്ടിരിക്കുന്നു. dash an old oak tree, ഒരു ഓൾഡ് ഓക്ക് ട്രീ, ഒരു പ്രായം ചെന്ന ഒരു ഓക്ക് ട്രീയുടെ എവിടെയാണ് ട്രഷർ കുഴിച്ചിരിക്കുന്നത്? താഴെ അല്ലെ, അടിയിൽ, അല്ലെങ്കിൽ ലോവർ പൊസിഷനിൽ എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് പറയാം ഏതായിരിക്കും? അറ്റാണോ, ഇന്നാണോ, ഓൺ ആണോ, ബിനീത്ത് ആണോ? അപ്പൊ ചെറിയൊരു ഐഡിയ ഉള്ളവർക്ക് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. എന്താണ്? ബിനീത്ത് എന്നാണ്. അപ്പൊ ബിനീത്ത് എന്ന വാക്കിന്റെ അർത്ഥം അറിയാമെങ്കിൽ തീർച്ചയായും നമുക്ക് ഇതിലേക്ക് കോളം ഫില്ല് ചെയ്യാൻ പറ്റും. എന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ഓപ്ഷൻസിൽ ഏതായിരിക്കും വരുന്നത് നമുക്കൊരു കൺഫ്യൂഷൻ അടിക്കും. അപ്പൊ തീർച്ചയായും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ പറയുന്ന പ്രിപ്പോസിഷൻസ് ആണ്, അറ്റ്, ഇൻ, ഓൺ ഒക്കെ. അപ്പൊ അതെല്ലാം നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് നോക്കാം ഓരോ ഓപ്ഷനും എന്തൊക്കെയാണ്, ആ ഓപ്ഷൻ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണെന്ന് മനസ്സിലായോ? ബിനീത്ത് ആണ് ആൻസർ. ബിനീത്ത് മീൻസ് ലോവർ പൊസിഷൻ എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ ലോവർ പൊസിഷൻ, ഇത് ഓൾഡ് ഓക്ക് ട്രീക്ക് താഴെയാണെന്നും അർത്ഥം വരുന്നത് കൊണ്ട് നമുക്ക് ഏത് സ്യൂട്ട് ചെയ്യാൻ പറ്റും? ബിനീത്ത് എന്ന വേർഡ് സ്യൂട്ടബിൾ ആയിട്ട് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അറ്റ് എന്ന് പറയുന്ന ആ പ്രിപ്പോസിഷൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ കൂട്ടുകാര്, എവിടെയൊക്കെയാണ് ആദ്യം അറ്റ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അറ്റ് എന്ന് പറയുന്നത് എക്സാക്ട് പ്ലേസ് അല്ലെങ്കിൽ സ്മോൾ പ്ലേസ് സൂചിപ്പിക്കാൻ, അതായത് ഒരു കറക്റ്റ് പ്ലേസ്, ഒരു കറക്റ്റ് സ്ഥലത്തിനെ സൂചിപ്പിക്കുന്നതിനോ ഒരു ചെറിയ സ്ഥലത്തിനെ സൂചിപ്പിക്കാൻ നമ്മൾ അറ്റാണ് ചേർത്ത് എഴുതുന്നത്. നോക്കുക, ഹി ലിവ്സ് അറ്റ് മുംബൈ. ഇവിടെ നോക്കിയേ, മുംബൈയിലാണ് അവൻ ജീവിക്കുന്നത് എന്ന് ആ എക്സാക്ട് പ്ലേസിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഫ്രണ്ടിൽ എന്ത് പ്രിപ്പോസിഷൻ ചേർത്തു? അറ്റ് എന്ന പ്രിപ്പോസിഷൻ ചേർത്തു. അപ്പൊ ഹി ലിവ്സ് അറ്റ് മുംബൈ. അതുപോലെ തന്നെ ഹി ലിവ്സ് അറ്റ് കൊല്ലം. അപ്പൊ കൊല്ലം എന്ന് പറയുന്നത് നമ്മളോട് ഉദ്ദേശിക്കുന്നത്, കൊല്ലം എന്ന് പറയുന്നത് ഒരു കേരളത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ, കേരളവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൊല്ലം എന്ന് പറയുന്നതാണ് ഒരു ചെറിയ പ്ലേസ് ആണ്. കേരളത്തിനുള്ളില് കൊല്ലമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ കൊല്ലം എന്ന് പറയുന്ന ഒരു ചെറിയ പ്ലേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇപ്പൊ ഈ സെന്റൻസിൽ ഹി ലിവ്സ് അറ്റ് കൊല്ലം ഇൻ കേരള, അറ്റ് കൊല്ലം ഇൻ കേരള എന്നാണ് ഞാൻ സെന്റൻസ് ചെയ്തതെങ്കിൽ ഇവിടെ നോക്കാം, കേരളത്തിൽ ഒരു ചെറിയ സ്ഥലമാണ് കൊല്ലം അല്ലെ. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചേർത്തത്? അറ്റ് ചേർത്തത്. അപ്പൊ നമ്മൾ ഒരു ചെറിയ സ്ഥലത്തെ എഴുതുമ്പോൾ, ചെറിയ സ്ഥലത്തിന് എഴുതുമ്പോഴും ചെറിയ സ്ഥലത്തിന്റെ പേര് എഴുതുമ്പോഴും അതുപോലെ തന്നെ എന്താണ്, ഒരു എക്സാക്ട് പൊസിഷൻ അല്ലെങ്കിൽ എക്സാക്ട് പ്ലേസിൽ എഴുതുമ്പോഴും നമ്മൾ എന്ത് ചേർക്കാവൂ? അറ്റ് എന്ന പ്രിപ്പോസിഷൻ ആണ് ചേർക്കേണ്ടത്. മനസ്സിലായി പറഞ്ഞത്? അപ്പം ചെറിയൊരു പ്ലേസിനെ സൂചിപ്പിക്കുമ്പോഴും അതുപോലെ ഒരു എക്സാക്ട് പ്ലേസിനെ സൂചിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? അറ്റാണെന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. ഇനി ഇവിടെ അറ്റ് കൊല്ലം എന്ന് പറയുന്നത് എന്ത് ഉദ്ദേശിക്കുക? ഈ സെന്റൻസിലൂടെ ഈ കൊല്ലം എന്ന് പറയുന്ന ഒരു ചെറിയ പ്ലേസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമ്മളിവിടെ അറ്റ് എന്ന് പറയുന്ന ഈ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ എക്സാക്ട് പ്ലേസിനെയോ സ്മോൾ പ്ലേസിനെയോ നോട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? അറ്റാണ് കേട്ടോ. അപ്പൊ ഒരു എക്സാക്ട് പ്ലേസിനെ ഒരു സ്മോൾ പ്ലേസിന് മുമ്പ് എഴുതുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? അറ്റാണ്. അടുത്ത നോക്കാം, നെക്സ്റ്റ് വൺ
അറ്റ് എന്ന് പറയുന്നത് എക്സാക്ട് ടൈം സൂചിപ്പിക്കാൻ, യഥാർത്ഥ സമയം സൂചിപ്പിക്കാൻ വേണ്ടി അറ്റ് യൂസ് ചെയ്യും. അതായത് ഹി വേക്സ് അപ്പ് അറ്റ് 6 o'clock. കണ്ടോ, 6 മണിക്ക് എന്ന് പറയുന്ന എക്സാക്ട് ടൈമിനെ സൂചിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, അറ്റ് യൂസ് ചെയ്യും. അപ്പൊ ഹി വേക്സ് അപ്പ് അറ്റ് 6 o'clock. 6 മണിക്ക് എന്ന് പറഞ്ഞ എക്സാക്ട് ടൈമിനെ സൂചിപ്പിക്കാൻ അറ്റ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യും. അതുപോലെ തന്നെ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട പോയിന്റ്, മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, ഈ പറയുന്ന 3 ടൈമിനോടൊപ്പം അറ്റ് യൂസ് ചെയ്യാറില്ല. പകരം നമ്മൾ അറ്റ് മോർണിംഗ് എന്നോ അറ്റ് ഈവനിങ്ങോ അറ്റ് ആഫ്റ്റർനൂൺ ഒന്നും നമ്മൾ പറയില്ല. പിന്നെ എവിടെയൊക്കെയാണ് അറ്റ് യൂസ് ചെയ്യുന്നത്? അറ്റ് ഡസ്ക്, അറ്റ് ഡോൺ, അറ്റ് സൺസെറ്റ്, അറ്റ് സൺറൈസ്, അറ്റ് 6:15 AM. അങ്ങനെ എക്സാക്ട് ടൈം സൂചിപ്പിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്യും? അറ്റ് എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അറ്റ് എവിടെ യൂസ് ചെയ്ത് നോക്കാം. ഇനി ഒരു പ്രത്യേക സ്ഥലത്തേക്ക് നിങ്ങൾ ശ്രദ്ധ ആകർഷിക്കുക. നമ്മൾ ഒരു സ്ഥലത്തേക്ക് നോക്കാൻ പറയാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് നമ്മൾ ശ്രദ്ധ ആകർഷിക്കുകയാണ്, അവിടെ നമ്മൾ അറ്റ് യൂസ് ചെയ്യും. അത് നോക്കിയാൽ ലുക്ക് അറ്റ് ദി പിക്ചർ, ആ പിക്ചറിലേക്ക് നോക്കൂ. അപ്പൊ അറ്റ് ദി പിക്ചർ, പിക്ചറിലേക്ക് നോക്കൂ. അപ്പൊ അറ്റ് നമ്മളവിടെ യൂസ് ചെയ്തു. ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സ്ഥലത്തേക്ക് കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ അറ്റ് യൂസ് ചെയ്യും. അപ്പൊ ലുക്ക് അറ്റ് ദി പിക്ചർ, ലുക്ക് അറ്റ് ദി ക്ലോക്ക് ആണ് അറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അറ്റ് വേറൊരു സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നത് സ്ഥാപനങ്ങൾക്ക് മുമ്പിലും അറ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അറ്റിന് പ്രിപ്പോസ് യൂസ് ചെയ്യുന്ന നോക്കോ, ഹി വർക്ക്സ് അറ്റ് എ ബാങ്ക്. ബാങ്ക് എന്ന സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ഹി വർക്ക്സ് അറ്റ് എ ബാങ്ക്. അതുപോലെ ഹി വർക്ക്സ് അറ്റ് സ്കൂൾ. ഓക്കെ, അപ്പൊ ഹി വർക്ക്സ് അറ്റ് സ്കൂൾ, ഹി വർക്ക്സ് അറ്റ് എ ബാങ്ക്, ഇതെല്ലാം സ്ഥാപനങ്ങൾക്ക് മുകളിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുള്ളൂ? അറ്റിന് പ്രപ്പോസിഷൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ എവിടേക്കാണ് അറ്റിന് പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് പറഞ്ഞത്? നമ്മൾ ആദ്യം പറഞ്ഞു ഒരു എക്സാക്ട് പ്ലേസ്, അല്ലെ, ഒരു നിശ്ചിത സ്ഥലം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ചെറിയ സ്ഥലത്തിനോ ഡിനോട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് എഴുതും? അറ്റിന് പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നു പറഞ്ഞു, അല്ലെ. ഇനി സ്ഥലം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളിപ്പോ ഒരു വലിയ സ്ഥലത്തിനുള്ളിലെ ഒരു ചെറിയ സ്ഥലം, അതായത് കൊല്ലം എന്ന് പറയുന്ന ഒരു സ്ഥലം എടുക്കുകയാണെങ്കിൽ കേരളവുമായി ഉപയോഗിച്ച് കേരളത്തിലെ ഒരു ചെറിയ ജില്ലയാണ് കൊല്ലം, അല്ലെ. അപ്പൊ കേരളത്തിലെ കൊല്ലം, അതിനെ സൂചിപ്പിക്കാം. അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ? ഹി ലിവ്സ് അറ്റ് കൊല്ലം ഇൻ കേരള. കേരളത്തിലെ കൊല്ലം എന്ന ജില്ലയിലാണ് എന്ന് പറയുമ്പോൾ അവിടെ കൊല്ലം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ജില്ലയാണ്. അപ്പൊ നമ്മൾ അറ്റ് കൊല്ലം എന്നാണ് എഴുതാറുള്ളത്. ഓക്കെ, അതാണ് നമ്മളവിടെ പറഞ്ഞത്. എക്സാക്ട് പ്ലേസ് അല്ലെങ്കിൽ എക്സാക്ട് പൊസിഷൻ, അല്ലെ, എക്സാക്ട് പ്ലേസ് അല്ലെങ്കിൽ എന്താണ് സ്മോൾ പ്ലേസ്, ഇതിനൊക്കെ ഡിനോട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫ്രണ്ടിൽ എന്ത് പ്രപ്പോസിഷൻ യൂസ് ചെയ്യും? അറ്റ് യൂസ് ചെയ്യുന്നു പറഞ്ഞു. ഇനി എക്സാക്ട് ടൈം നോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു ഒരു കറക്റ്റ് സമയം പറയും, അറ്റ് 6 o'clock, അല്ലെ. അതുപോലെ തന്നെ അറ്റ് 6:15 AM അല്ലെങ്കിൽ അറ്റ് 7 o'clock അല്ലെങ്കിൽ കറക്റ്റ് ടൈം, എക്സാക്ട് ടൈം ഡിനോട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഏതാണ്? അറ്റ് ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം, മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ, ഈ പറയുന്ന ടൈമിങ്സ്, ഈ പറയുന്നതിലൂടെ ഒന്നും അറ്റ് യൂസ് ചെയ്യാറില്ല എന്ന് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ അറ്റ് ഡോൺ, അറ്റ് ഡസ്ക്, അറ്റ് സൺസെറ്റ്, അറ്റ് സൺറൈസ്, ഇതുപോലെ പറയുന്ന സമയം സൂചിപ്പിക്കുന്ന സ്ഥലത്തെല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? അറ്റ് യൂസ് ചെയ്യണം. ഇനി നമ്മൾ പഠിച്ച എന്താണ്? അറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് പിന്നെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട സ്ഥലങ്ങൾ, അല്ലെ, പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുമ്പോൾ നമ്മൾ അവിടെ അറ്റ് യൂസ് ചെയ്യണം. ലുക്ക് അറ്റ് ദി പിക്ചർ, ലുക്ക് അറ്റ് ദി വാച്ച്, അപ്പൊ അവിടെ അറ്റ് എന്ന് പറയുന്നത് അതിനാണ് യൂസ് ചെയ്തത്. അടുത്ത വേറൊരു കേസ് പറഞ്ഞു സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ, അല്ലെ. അതുപോലെ എന്താണ്? ഹി വർക്ക്സ് അറ്റ് എ ബാങ്ക്, ഹി വർക്ക്സ് അറ്റ് സ്കൂൾ. അത് സ്ഥാപനങ്ങൾക്ക് മുമ്പ് നമ്മൾ എന്ത് യൂസ് ചെയ്യും? അറ്റ് എന്ന പ്രപ്പോസിഷൻ യൂസ്. അപ്പൊ അറ്റ് എന്ന് പറയുന്നത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ള എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ എവിടെയൊക്കെ യൂസ് ചെയ്യുന്ന നോക്കാം. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ നിന്നാണ് ഈ അറ്റും ഇന്നും ഒക്കെ പഠിച്ചു വരുന്നത്. അപ്പൊ അറ്റ് എന്താ, എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് മനസ്സിലായി. അപ്പൊ ഇനി ഒരു ക്വസ്റ്റ്യൻ തന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇന്നും പഠിക്കാൻ പോകുന്നത് ആണ്. ഇൻ എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ എവിടേക്ക് യൂസ് ചെയ്യാം നമുക്ക് നോക്കാം. അപ്പൊ കൂട്ടുകാർ ശ്രദ്ധിച്ചാൽ ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ എവിടേക്ക് യൂസ് ചെയ്യാം? നമ്മൾ പറഞ്ഞു കോണ്ടിനെന്റ്സ്, അല്ലെ, ഭൂഖണ്ഡങ്ങൾ, അതുപോലെ സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങൾ, അതുപോലെ കൺട്രീസ്, രാജ്യങ്ങൾ, ഇവയ്ക്ക് മുന്നിലെല്ലാം നമ്മൾ ഇങ്ങനെ പ്രപ്പോസിഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നോക്കാം, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ നോർത്തേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് ജമ്മു ആൻഡ് കാശ്മീർ. അതായത് അപ്പൊ നമ്മള് ഇന്നെന്ന് പറയുന്നത് എവിടേക്ക് യൂസ് ചെയ്യുന്ന പറഞ്ഞു? കോണ്ടിനെന്റ്സിന്റെ ഫ്രണ്ടിൽ, അല്ലെ, ഭൂഖണ്ഡങ്ങൾ എഴുതുമ്പോൾ അതിന് മുന്നിലായിട്ടും, സ്റ്റേറ്റ് സംസ്ഥാനങ്ങൾ എന്നും അതിന് മുന്നിലായിട്ടും, അതുപോലെ കൺട്രീസ് രാജ്യങ്ങൾക്ക് മുന്നിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഏതാണ്? ഇന്നാണെന്ന് പഠിച്ചു. ഇനി നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. ദ നോർത്ത് മോസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് ജമ്മു ആൻഡ് കാശ്മീർ. അതായത് ഇന്ത്യയിലെ ഏറ്റവും നോർത്തിൽ കിടക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്ത്യ എന്ന കൺട്രിക്ക് മുൻപ് യൂസ് ചെയ്യുന്ന നോട്ട് ചെയ്തേ ഇന്നാണ്, കണ്ടോ. അപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞ കൺട്രിക്ക് മുമ്പ് യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഏതാണ്? ഇന്നാണ്. നോക്കിക്കോളൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ലാംഗ്വേജ് സ്പോക്കൺ ബൈ ദി പീപ്പിൾ ഓഫ് കേരള. ദ ലാംഗ്വേജ് സ്പോക്കൺ ബൈ ദ പീപ്പിൾ ഇൻ കേരള ഈസ് മലയാളം. അപ്പൊ കേരളത്തിലുള്ള ആളുകൾ സംസാരിക്കുന്ന ഭാഷ മലയാളം എന്നാണ് പറയുന്നത്. ഇപ്പൊ ലാംഗ്വേജ് സ്പോക്കൺ ബൈ ദ പീപ്പിൾ ഇൻ
കേരള, കേരളത്തിലെ എന്ന് പറഞ്ഞാൽ കേരള എന്ന് സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ സ്റ്റേറ്റിന് മുമ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ നോക്കിയേ ഇന്നാണ്. അപ്പൊ കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിന് മുമ്പിൽ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ഇന്നാണ്. അടുത്ത നോക്കാം, ഇന്ത്യ ഈസ് എ കൺട്രി ഇൻ ഏഷ്യൻ കോണ്ടിനെന്റ്. ഇന്ത്യ എന്ന് പറയുന്നത് ഏഷ്യൻ കോണ്ടിനെന്റിലെ ഒരു കൺട്രിയാണ്. അപ്പൊ ഏഷ്യൻ എന്ന് പറയുന്നത് ഒരു കോണ്ടിനെന്റിന്റെ പേരാണ്. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്ത പ്രിപ്പോസിഷൻ ഏതാണ്? ഫ്രണ്ടിലെ ഇന്നാണ്. അപ്പൊ മനസ്സിലായോ? അപ്പൊ എവിടെയൊക്കെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യും? പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് കോണ്ടിനെന്റ്സിന്റെ ഫ്രണ്ടിൽ അല്ലെ, ഭൂഖണ്ഡങ്ങൾക്ക് ഫ്രണ്ടിൽ, അതുപോലെ തന്നെ സ്റ്റേറ്റ് സംസ്ഥാനങ്ങൾക്ക് ഫ്രണ്ടിൽ, അതുപോലെ തന്നെ കൺട്രീസിന്റെ ഫ്രണ്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഏതാണെന്ന് വെച്ചാൽ ഇന്നാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യവും ബന്ധപ്പെട്ട ഒരു സെന്റൻസും കൂടെ പഠിച്ചു വരും. അപ്പൊ അത് കുറച്ചും കൂടെ ക്ലിയർ ആവും. നോക്കിക്കേ, നമ്മൾ അറ്റ് പഠിച്ച സമയത്ത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഹി ലിവ്സ് അറ്റ് മുംബൈ. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അറ്റ് മുംബൈ, ഹി ലിവ്സ് അറ്റ് മുംബൈ എന്ന് പറയുന്നത് തെറ്റാണ്. എന്തുകൊണ്ടാണ്? അപ്പൊ നിങ്ങൾ തിരുത്തിക്കോണം. അറ്റ് മുംബൈ, മുംബൈ എന്ന് പറയുന്നത് ഒരു സിറ്റിക്ക്, ഒരു വലിയൊരു ടൗണിന്റെ അല്ലെങ്കിൽ സിറ്റിയുടെ പേരായതിനാൽ നമ്മൾ അവിടെ അതിന്റെ കൂടുതൽ എപ്പോഴും യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇന്നാണ്. കേട്ടല്ലോ? അപ്പൊ ഹി ലിവ്സ് അറ്റ് മുംബൈ എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഹി ലിവ്സ് ഇൻ മുംബൈ ആണ് കറക്റ്റ്. അപ്പൊ സിറ്റീസോ ടൗൺസിനോ ഫ്രണ്ടിൽ നമ്മൾ എന്ത് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്? ഇന്നാണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അത് എക്സാക്ട് പ്ലേസ് അല്ലെങ്കിൽ സ്മോൾ പ്ലേസിന് നോട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് പറഞ്ഞു? അറ്റ് യൂസ് ചെയ്ത് പറഞ്ഞു. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹി ലിവ്സ് അറ്റ് തിരുവനന്തപുരം. അത് കറക്റ്റ് ആണ്. ഒരു എക്സാക്ട് പ്ലേസോ അല്ലെങ്കിൽ ഒരു സ്മോൾ പ്ലേസ് ഡിനോട്ട് ചെയ്യാൻ നമുക്ക് അറ്റ് യൂസ് ചെയ്യാം. അപ്പൊ ഹി ലിവ്സ് അറ്റ് തിരുവനന്തപുരം കറക്റ്റ് ആണ്. എന്നാൽ ഹി ലിവ്സ് അറ്റ് മുംബൈ എന്തല്ല? കറക്റ്റ് അല്ല. കാരണം മുംബൈ എന്ന് പറയുന്ന ഒരു ടൗണിന്റെ, ഒരു സിറ്റിയുടെ പേരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ എന്തേ യൂസ് ചെയ്യാറുള്ളൂ? ഇന്നേ യൂസ് ചെയ്യുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്ന് തിരുത്തിക്കോണം. അപ്പൊ ഹി ലിവ്സ് അറ്റ് തിരുവനന്തപുരം, വേറാസ് ഹി ലിവ്സ് ഇൻ മുംബൈ. മുംബൈ ഫ്രണ്ടിൽ, മുംബൈ ഒരു ടൗൺ സിറ്റിയുടെ പേരായതിനാൽ നമുക്ക് ഇന്നാണ് യൂസ് ചെയ്യാനായിട്ട് ബെറ്റർ. അപ്പൊ ഇന്നാണ് നമ്മൾ യൂസ് ചെയ്തത്, ഹി ലിവ്സ് ഇൻ മുംബൈ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ചെറിയ സ്ഥലങ്ങൾക്ക് ഫ്രണ്ടിൽ അറ്റും, അതുപോലെ തന്നെ കൺട്രീസിന്റെയും കോണ്ടിനെന്റ്സിന്റെയും സ്റ്റേറ്റിന്റെ ഒക്കെ ഫ്രണ്ടിൽ ഇന്നും യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു സെന്റൻസിൽ നമുക്ക് ഈ ഒരു സെന്റൻസ് തന്നിരിക്കുന്നു, ഹി ലിവ്സ് ഡാഷ് തിരുവനന്തപുരം ഡാഷ് കേരള. ഇവിടെ നമ്മൾ ഏത് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും? ഇവിടെ മനസ്സിലാക്കാം, തിരുവനന്തപുരം എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റില്, കേരളം എന്ന സ്റ്റേറ്റ് ആണ്. അപ്പൊ കേരളം എന്ന സ്റ്റേറ്റിന് ഫ്രണ്ടിൽ എന്ത് യൂസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു? ഇന്ന് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഇൻ കേരള, എന്താണ്? ഇൻ കേരള. ഇനി തിരുവനന്തപുരം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്മോൾ പ്ലേസ് ആണ്. അപ്പൊ അവിടെ എന്ത് യൂസ് ചെയ്യും? അറ്റ് യൂസ് ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ ഹി ലിവ്സ് അറ്റ് തിരുവനന്തപുരം ഇൻ കേരള. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്ന ഇവിടുത്തെ ഡിഫറൻസ്. അതൊന്ന് നോട്ട് ചെയ്തോണം. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കാൻ? ഹി ലിവ്സ് ഇൻ മുംബൈ ആണ്, ആൻഡ് അറ്റ് തിരുവനന്തപുരം ആണ് ഇവിടെ നോട്ട് ചെയ്തത്. എന്തുകൊണ്ടാണ് ഇൻ മുംബൈ അറ്റ് മുംബൈ അല്ല? അറ്റ് മുംബൈ തെറ്റാണ്, ഇൻ മുംബൈ ആണ് കറക്റ്റ് എന്ന് പറയാൻ കാരണം സിറ്റീസ് ആൻഡ് ടൗൺസിന്റെ ഫ്രണ്ടിൽ നമ്മൾ എന്തേ യൂസ് ചെയ്യാവൂ? ഇന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാവുള്ളൂ. അപ്പം മുംബൈ എന്ന് പറയുന്നതിന്റെ ഫ്രണ്ടിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാവുള്ളൂ? ഇന്നാണ് യൂസ് ചെയ്യാവുള്ളൂ. അപ്പൊ ഓക്കെ ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി നെക്സ്റ്റ് ഈ പറയുന്ന ഇന്ന് എവിടെയൊക്കെ സ്ഥലങ്ങളിൽ യൂസ് ചെയ്യും? ഇനി സ്ട്രീറ്റ്സിന്റെയും റോഡ്സിന്റെയും ഫ്രണ്ടില്, സ്ട്രീറ്റും റോഡും ഒക്കെ നമ്മൾ പറയുമ്പോൾ അതിന്റെയൊക്കെ ഫ്രണ്ടിൽ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഇന്നാണ്. അപ്പൊ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇനി മനസ്സിലാക്കേണ്ടത് ഇന്നെന്ന് പറയുന്നത് അടുത്ത് യൂസ് ചെയ്യുന്നത് സ്ട്രീറ്റ്സ് എഴുതുമ്പോഴും അതുപോലെ റോഡ്സ് നമ്മൾ എഴുതുമ്പോഴും അതിന്റെ ഫ്രണ്ടിൽ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഏതാണ്? ഇന്നാണ് കേട്ടോ. അപ്പൊ ഹി ലിവ്സ് ഇൻ സെക്കൻഡ് സ്ട്രീറ്റ്. അപ്പൊ സ്ട്രീറ്റിന്റെ ഫ്രണ്ടിൽ എന്ത് പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്? ഇന്നാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഹി ലിവ്സ് ഇൻ MG റോഡ്. ഒരു റോഡിനെ നമ്മൾ പരാമർശിക്കും, അല്ലെങ്കിൽ റോഡിനാണ് പറയുന്നതെങ്കിൽ അവിടെ അതിന് ഫ്രണ്ടിൽ നമ്മൾ എഴുതാൻ പ്രപ്പോസിഷൻ ഏതാണ്? ഇന്നാണ് കേട്ടോ. അപ്പൊ സ്ട്രീറ്റ്സിനും റോഡ്സിനും ഫ്രണ്ടിൽ നമ്മൾ എഴുതുന്ന പ്രപ്പോസിഷൻ ഏതാണ്? ഇന്നാണ്. നോട്ട് ചെയ്തോളൂ. ഇനി അടുത്ത് നമുക്ക് ഇന്ന് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ നോക്കാം. ഇനി നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞു മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ. ഇതിന്റെ ഫ്രണ്ടിലൊന്നും എന്ത് യൂസ് ചെയ്യില്ല? അറ്റ് യൂസ് ചെയ്യില്ല. അതായത് അറ്റ് എന്ന് പറയുന്നത് എക്സാക്ട് ടൈമിന്റെ ഫ്രണ്ടിൽ യൂസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ ഇതിന്റെയൊക്കെ ഫ്രണ്ട് യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഏതാണെന്ന് വെച്ചാൽ ഇന്നാണ് കേട്ടോ. അപ്പൊ ഹി വേക്ക് അപ്പ് early in the morning. കണ്ട, in the morning. അപ്പൊ ഇൻ എന്ന പ്രിപ്പോസിഷൻ ആണ് മോർണിംഗിന് ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് he had his lunch in the afternoon. in the afternoon. കണ്ട, ആഫ്റ്റർനൂൺ ഫ്രണ്ടിൽ പ്രിപ്പോസിഷൻ ഏതാണ്? ഇൻ. അടുത്തത് he went to beach in the evening. ബീച്ചിൽ എപ്പോ പോയത്? in the evening ആണ് പോയത്. ഈവനിങ്. അപ്പൊ in the evening. അപ്പൊ ഈവനിങ്, മോർണിംഗ്, ആഫ്റ്റർനൂൺ ഇതിന് ഫ്രണ്ടിലെല്ലാം യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഏതാണെന്ന് വെച്ചിട്ടുള്ളത് ഇന്നാണ് കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട അടുത്ത പോയിന്റ്. ഈ ഇൻ എന്ന പ്രിപ്പോസിഷൻ എവിടേക്ക് യൂസ് ചെയ്യുന്നുണ്ട്? ബിഫോർ മോർണിംഗ്, ആഫ്റ്റർനൂൺ ആൻഡ് ഈവനിങ്. ഇനി നമുക്ക് ഇൻ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന മറ്റ് എവിടേക്കാണ് ഇൻ യൂസ് ചെയ്യുന്നത് നോക്കാം.
ഇനി നോക്കിയാൽ നമ്മൾ ഇയേഴ്സും സെഞ്ചുറീസിന് ഫ്രണ്ടിലും ഇന്ന് യൂസ് ചെയ്യാറുണ്ട്. നോക്കോ അവിടെ he was born in the 18th century. In the 18th century കണ്ട സെഞ്ചുറിക്ക് ഫ്രണ്ടിൽ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ഇൻ ആണ്. അപ്പം സെഞ്ചുറീസിന് ഫ്രണ്ടിൽ നമുക്ക് ഏത് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാം? ഇൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇയേഴ്സിന്റെ ഫ്രണ്ടിലും he was born in 1995. ഇപ്പൊ 1995 ഇയറിന്റെ ഫ്രണ്ടിൽ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ഇൻ ആണ് കേട്ടോ. അപ്പം സെഞ്ചുറീസിന് ഫ്രണ്ടിലും ഇയേഴ്സിന് ഫ്രണ്ടിലും ഏത് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാൻ പറ്റും? ഇൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് നോട്ട് ചെയ്ത് വെച്ചോളൂ. അതുപോലെ തന്നെ അടുത്ത നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻ ദ മോർണിംഗ്, ഇൻ ദി ആഫ്റ്റർനൂൺ, ഇൻ ദി ഈവനിങ് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഇൻ ദി മിഡ് നൈറ്റ് എന്ന് നമുക്ക് പറയാം. അപ്പൊ മിഡ് നൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇൻ യൂസ് ചെയ്യാം. നോക്കൂ ദ സ്കൈ വാസ് ഫുൾ ഓഫ് സ്റ്റാർസ് ഇൻ ദി മിഡ് നൈറ്റ്. ഓക്കെ, അപ്പൊ അതും കൂടെ നോക്കോളൂ. ഇനി he works in a bank. ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾക്കൊക്കെ ഫ്രണ്ടിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇന്ന് യൂസ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു സ്ഥാപനങ്ങൾ ഫുള്ള് നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹോട്ടല്, ബാങ്ക് എന്നൊക്കെ പറയുന്ന സ്ഥാപനങ്ങൾ ഫുള്ളിലും എന്ത് നമുക്ക് യൂസ് ചെയ്യാം? ഇന്ന് യൂസ് ചെയ്യാം. ഓക്കെ, he works in a bank. in a bank. ഓക്കെ, അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? he works at SBA. ഒരു പ്രത്യേക സ്ഥാപനത്തിന്റെ പേരുള്ള ബാങ്കിന്റെ പേര് നമ്മൾ എഴുതുമ്പോൾ അറ്റ് ബാങ്ക്. he works at bank. അതുപോലെ തന്നെ he works in a bank എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ സ്ഥാപനത്തിന് മുമ്പിൽ നമുക്ക് ഇൻ എ ബാങ്ക് എന്ന് എഴുതാം. അറ്റ് SBA, അറ്റ് ബാങ്ക്, അല്ലെങ്കിൽ ആ ബാങ്കിനെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അറ്റ് SBA എന്ന് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഏരിയാസ്. എവിടെയൊക്കെയാണ് ഇന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്ന ഒരു ഐഡിയ കിട്ടിയല്ലേ? അപ്പൊ നമുക്ക് ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഇനി വരുന്ന ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇനി അതിൽ ഓപ്ഷൻ ഒരെണ്ണം കൂടെ ഉണ്ട്, ഓൺ എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഓൺ എന്ന ഓപ്ഷനിൽ നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യാൻ കൂടെ നോക്കിപ്പോ. അപ്പൊ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലത്തും കൂടെ ഇന്ന് പ്രധാനമായിട്ട് യൂസ് ചെയ്യുക എവിടെയാണ്? ടൈം പീരീഡ് സൂചിപ്പിക്കാൻ. അതായത് ഒരു സമയത്തിനുള്ളിൽ അത് ചെയ്ത് തീർത്തു, അല്ലെങ്കിൽ ആ ടൈം പീരീഡ് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇൻ എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. ഉദാഹരണം നോക്കിയാൽ he can finish his work in an hour. അതായത് അയാൾക്ക് അയാളുടെ വർക്ക് ഒരു മണിക്കൂറിനുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കും. അപ്പോൾ ടൈം പീരീഡ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഏതാണ്? ഇൻ ആണ് അവിടെ ചേർക്കുന്നത്. അപ്പൊ ഇൻ ആൻ അവർ. മാച്ച് വിൽ ബി കംപ്ലീറ്റഡ് ഇൻ ആൻ അവർ എന്നൊക്കെ പറയുന്നു. ആ ടൈം പീരീഡ് സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഏതാണ്? ഇൻ ആണെന്ന് നോട്ട് ചെയ്ത് വെച്ചു. അപ്പൊ ഇൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടൊക്കെ ആസ്പെക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അത് നോട്ട് ചെയ്ത് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന പൊസിഷൻ ഏതാണ്? ഓൺ ആണ് കേട്ടോ. ഓൺ എന്ന് പറയുന്നത് എവിടേക്ക് യൂസ് ചെയ്യാം? ജനറൽ ആയിട്ട് എവിടേക്ക് യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ നോക്കി ഓൺ ഇനി എവിടേക്ക് യൂസ് ചെയ്യാൻ നോക്കാം. ഓൺ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മുകളിൽ എന്നാണ് അല്ലെ? അപ്പൊ മുകളിൽ. അപ്പൊ നോക്കാം, ദ കീ ഈസ് ഓൺ ദി ടേബിൾ. ടേബിളിന് പുറത്താണ് അല്ലെങ്കിൽ മുകളിലാണ് എന്തിരിക്കുന്നത്? കീ ഇരിക്കുന്നത്. അപ്പൊ ഓൺ എന്ന പ്രപ്പോസിഷൻ നമ്മൾ ഇവിടെ മുകളിൽ എന്ന അർത്ഥത്തിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഹിസ് ബർത്ത്ഡേ ഈസ് ഓൺ മൺഡേ. ബർത്ത്ഡേ ഈസ് ഓൺ മൺഡേ. മൺഡേയിലാണ് അവന്റെ ബർത്ത്ഡേ. അപ്പൊ മൺഡേ എന്ന് പറയുന്ന ഡേക്ക് ഫ്രണ്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഏതാണ്? ഓൺ ആണ്. അപ്പൊ ഡേയ്സിന് ഫ്രണ്ടിൽ നമുക്ക് ഏത് പ്രപ്പോസിഷൻ യൂസ് ചെയ്യണം? ഓൺ ആണ് യൂസ് ചെയ്യാനുള്ളത്. അടുത്തത് he was born on January. ഓൺ ജാനുവരി. ഇപ്പൊ ജാനുവരി എന്ന് പറഞ്ഞ ഒരു മന്തിന്റെ പേരാണ്. അപ്പൊ മന്തിന്റെ പേരിന് ഫ്രണ്ടിൽ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഏതാണ്? ഓൺ ആണ് മനസ്സിലാക്കണം. അതുപോലെ തന്നെ he was born on 21st April. അപ്പൊ 21st April എന്ന് പറഞ്ഞൊരു ഡേറ്റ് ആണ്. 21st എന്ന് പറഞ്ഞ ഡേറ്റ് ആണ്. അപ്പൊ ഡേറ്റിന് ഫ്രണ്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഏതാണ്? ഓൺ ആണ്. അടുത്തത് അപ്പൊ നോക്കാം, നമ്മൾ ഓൺ എന്ന് പറഞ്ഞ് എവിടേക്ക് യൂസ് ചെയ്യും? മുകളിൽ അർത്ഥത്തിൽ യൂസ് ചെയ്യും. അടുത്തത് ഡേയ്സിന്റെ ഫ്രണ്ടിലും മന്തിന്റെ ഫ്രണ്ടിലും ഡേറ്റിന്റെ ഫ്രണ്ടിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഏതാണെന്ന് വെച്ചാൽ ഓൺ ആണെന്ന് ഓർത്ത് വയ്ക്കാം. ഇനി ഞാൻ നെക്സ്റ്റ് നോക്കിയാൽ he goes to school on a bicycle. സ്കൂളിലേക്ക് എങ്ങനെയാ പോകുന്നത്? ബൈസൈക്കിളിലാണ്. അപ്പൊ ഓൺ എ ബൈസൈക്കിൾ. അതായത് ടൂ വീലേഴ്സിന്റെ ഫ്രണ്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഏതാണെന്ന് വെച്ചാൽ ഓൺ ആണ് കേട്ടോ. അപ്പൊ ടൂ വീലേഴ്സിന്റെ ഫ്രണ്ടിൽ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഏതാണ്? ഓൺ. അപ്പൊ നമ്മൾ ഇവിടെ ബൈസൈക്കിൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പ്രപ്പോസിഷൻ യൂസ് ചെയ്യാം? ഓൺ എന്ന് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ he goes to school on foot. നമ്മൾ നടന്നാണ് സ്കൂളിലേക്ക് പോകുന്നതെങ്കിൽ, കാൽനടയായിട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ നമ്മൾ on foot എന്നാണ് എഴുതാറുള്ളത്. അപ്പൊ നോക്കാം, പ്രപ്പോസിഷൻ ഓൺ എവിടേക്ക് യൂസ് ചെയ്യുന്നു? മുകളിൽ നിന്ന് അർത്ഥത്തിൽ യൂസ് ചെയ്യുന്നു. രണ്ട് ഡേയ്സിന്റെ കൂടെ, പിന്നെ മന്ത്സിന്റെ കൂടെ, പിന്നെ ഡേറ്റിന്റെ കൂടെ, അതുപോലെ ടൂ വീലേഴ്സിന്റെ കൂടെ യൂസ് ചെയ്യും. അതുപോലെ നമ്മള് നടന്നാണ് സ്കൂളിൽ പോകുന്നതിന് സൂചിപ്പിക്കാൻ ഓൺ ഫുട്ട് എന്ന് പറയുന്നിടത്ത് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഓണിലെ പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ പ്രധാനമായിട്ട് ഓൺ പ്രപ്പോസിഷൻ എവിടേക്ക് യൂസ് ചെയ്യുന്നത് ക്ലിയർ ആയില്ലേ? അപ്പൊ ഇനി രണ്ടുമൂന്ന് സ്ഥലങ്ങളും കൂടെ ഓൺ യൂസ് ചെയ്യുന്നുണ്ട്. എവിടേക്കാണ് നമുക്ക് നോക്കാം. അതുപോലെ നമ്മൾ ഓൺ യൂസ് ചെയ്യുന്ന രണ്ട് സിറ്റുവേഷൻസ് നോക്കിക്കോളൂ. അതായത് ടി വി, ഫോൺ മുതലായ മീൻസിന്റെ ഫ്രണ്ടിലൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഓൺ യൂസ് ചെയ്യും. അതൊക്കെ they were watching a movie on TV. അപ്പൊ they were watching a movie on TV. അപ്പൊ ടി വി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോൺ എന്ന് പറയുന്നതൊക്കെ നമ്മൾ എഴുതുന്നതിന് മുമ്പ് യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഏതാണ്? ഓൺ ആണെന്ന് ഓർത്ത് വെച്ചോണം. അതുപോലെ തന്നെ പ്രത്യേക ഒരു സാഹചര്യം, ഒരു സിറ്റുവേഷൻ ഡിനോട്ട് കാണിക്കുമ്പോൾ നമ്മൾ അവിടെ ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നോക്കാം, ദ ബിൽഡിംഗ് ഈസ് ഓൺ ഫയർ. അതായത് ബിൽഡിങ്ങിന് തീ പിടിച്ചു. അപ്പൊ ബിൽഡിംഗ് ഇപ്പൊ ഏത് അവസ്ഥയിലാണ്? തീ പിടിച്ച അവസ്ഥയിലാണ്. അപ്പൊ ഓൺ ഫയർ.
അപ്പൊ ഇവിടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിനെ കാണിക്കുന്ന യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഏതാണ്? ഓൺ ആണ്. അപ്പം ടി വി, ഫോൺ മുതലായ ഇത് എക്യുപ്മെന്റ്സിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഓൺ യൂസ് ചെയ്യും. ആ പ്രപ്പോസിഷൻ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഓൺ ആണ്. അതുപോലെ തന്നെ ഒരു സാഹചര്യ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്ത് പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്? ഓൺ ഫയർ എന്ന് നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ ഓൺ എന്ന് പറയുന്നത് ഇന്ന പ്രപ്പോസിഷനും അറ്റ് പ്രപ്പോസിഷൻ അല്ലെ, അറ്റ്, ഇൻ, ഓൺ, ഈ 3 പ്രപ്പോസിഷൻസും എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസ് ആണ് നമ്മൾ നോട്ട് ചെയ്തത്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ അതിൽ തന്നെ നമ്മൾ പറഞ്ഞ പ്രത്യേക ഒരു കാര്യം ഓർത്തോണം. നമ്മൾ അറ്റ് മുംബൈ എന്ന് പറഞ്ഞ തെറ്റാണ്. ഇൻ മുംബൈ ആണ് കറക്റ്റ്. എന്തുകൊണ്ടാണ്? മുംബൈ എന്ന് പറഞ്ഞ സിറ്റി ടൗണിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അവിടെ ഇൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി അറ്റ് എന്ന് പറയുന്ന ഒരു എക്സാക്ട് പ്ലേസിനെയോ അല്ലെങ്കിൽ സ്മോൾ പ്ലേസിനെയോ ഡിനോട്ട് ചെയ്യാനാണ് അറ്റ് യൂസ് ചെയ്യുന്നത് കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പൊ നമ്മൾ അറ്റ്, ഇൻ, ഓൺ ഈ 3 പ്രപ്പോസിഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ബിനീത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അടുത്താണ് അറ്റ് ലോവർ പൊസിഷൻ, താഴെ അല്ലെ, അല്ലെങ്കിൽ ഏറ്റവും അടിയിൽ എന്നൊക്കെ അർത്ഥത്തിലുള്ളതാണ് ബിനീത്ത് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ബിനീത്ത് ആണ്. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത്തരം ക്ലാസ്സുകൾക്കായി തീർച്ചയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്ന ബൈ ഫോർ മീ. താങ്ക് യു.